പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യകളിൽ പങ്കെടുക്കാൻ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഭക്തർക്ക് അവസരമൊരുക്കി KSRTC. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്രയുടെ ഭാഗമായാണ് ഭക്തർക്ക് വള്ളസദ്യ കഴിക്കാനും അവസരമൊരുക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന തലച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ 5 ക്ഷേത്രങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയായ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി ആറന്മുള ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കാണ് വള്ളസദ്യ കഴിക്കാനും അവസരമൊരുക്കുന്നത്. KSRTC പള്ളിയോട സേവാ സംഘവുമായി ചേർന്ന പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാണ് വള്ളസദ്യ ക്രമീകരിച്ചിട്ടുള്ളത്. 2022 100 ബസ്സുകളുമായി ആരംഭിച്ച വള്ളസദ്യയിൽ ഈ വർഷം 500 ബസ്സുകളാണ് പങ്കെടുക്കുന്നതെന്ന് പത്തനംതിട്ട DTO KR അജീഷ് കുമാർ പറഞ്ഞു. പള്ളിയോട സേവാ സംഘം നമ്മളോട് നല്ല രീതിയിലുള്ള സഹകരണമാണ്. അവരുടെ നമ്മളുള്ള ഏറ്റവും മികവുറ്റ ആ സഹകരണം നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. ഇനി അടുത്ത വർഷവും നമ്മൾ ഇതിൽ കൂടുതൽ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 600 ബസ്സാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് KSRTCയും ഈ പള്ളിയോട സേവാ സംഘവും നടത്തി വരുന്നത്. വള്ളസദ്യകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ തീർത്ഥാടകരുമേറെ സന്തോഷത്തിലാണ്. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം അടിപൊളി അനുഭവമാണ് നൽകിയതെന്ന് ഇടുക്കി ജില്ലയിലെ അറക്കുളം സ്വദേശിനി സുഷമ പറഞ്ഞു. അടിപൊളിയാ, നന്നായിട്ട് ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി. വേറെ 5 അമ്പലങ്ങൾ തൊഴുതു, സദ്യ കഴിച്ചു. സംസ്ഥാനത്തെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 KSRTC ഡിപ്പോകളിൽ നിന്നും പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്തുള്ള KSRTC ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ ഭക്തർക്ക് തീർത്ഥയാത്രയ്ക്ക് സീറ്റ് ഉറപ്പിക്കാനാകും. സെപ്റ്റംബർ 16 വരെ വള്ളസദ്യ നടക്കും. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.